നമസ്കാരം. ക്രൈം ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുണ്ടക്കൈ ഭാഗത്ത്, അതായത് ചൂരൽമലയിലെ ഭാഗത്തല്ല, മുണ്ടക്കൈ ഭാഗത്ത്, അവിടെയാണ് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 12:30 മണി 1 മണിയോടുകൂടി ശബ്ദം ഉണ്ടാവുകയും പിന്നീട് ഘട്ടം ഘട്ടമായി വെള്ളം ഒലിച്ചു വരികയും മണ്ണൊലിച്ചു വരികയും പല വീടുകളിലേക്ക് കയറുകയും പിന്നെ പാറകളടക്കം വലിയ വലിയ ശബ്ദത്തോടു കൂടിയിട്ട് പൊട്ടി മരങ്ങളും മണ്ണും ചളിയും എല്ലാം കൂടി ആയിട്ട് കുതിച്ച് പാഞ്ഞു വരികയും അവിടെയുള്ള 10-400 വീടുകൾ അടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് 100% സത്യമാണെന്നാണ് പട്ടാളം പറഞ്ഞിരിക്കുന്നത്. പട്ടാളം ഇന്ന് അവിടെ പരിശോധിച്ച് പറഞ്ഞത് 348 വീടുകൾ, കെട്ടിടങ്ങൾ തകർന്നിരിക്കുന്നു, അവിടെയുള്ള ആളുകളെല്ലാം മണ്ണിൻ്റെ അടിയിൽ ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 350 വീടാണ് കൂട്ടാണ് തന്നെ ഒരു വീട്ടിൽ 4-5 പേരുകൾ കൂടുകയാണെങ്കിൽ ആവറേജ് 1400-1600 ആളുകൾ അവിടെ നിന്ന് ഭൂമിക്കടിയിലേക്ക് ആ വെള്ളപ്പാച്ചലിൽ ഒഴുകിപ്പോയി എന്ന് വേണം കരുതാൻ. അതായത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള ഭീകരമായ ഒരു ദുരന്തമാണ് ഈ വയനാട്ടിൽ ഉണ്ടായത് എന്ന് വേണം കരുതാൻ. ഇവരെവിടെ പോയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മണിക്കൂറുകൾ കൊണ്ട്, ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ അർദ്ധരാത്രി ആ കുത്തി ഒലിച്ച് മുണ്ടക്കൈ പുഴയിലേക്ക് പതിച്ച് അവിടുന്ന് നേരെ മിനിറ്റുകൾക്കുള്ളിൽ ചാലിയാർ പുഴയിലെത്തും. അത്രയും കുതിച്ച് പായുകയാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിലപ്പുറമുള്ള വേഗതയിലാണ് മണ്ണും കല്ലും മരങ്ങളും എല്ലാം കൂടി കുതിച്ചു പായുന്നത്. അങ്ങനെ കുതിച്ചു പായുന്ന വെള്ളം പുതിയ പുഴ സൃഷ്ടിച്ച്, അതായത് ശരിയായ പുഴയിൽ കൂടി പോകാൻ പറ്റാതെ വേറെ വഴികളിൽ കൂടിയൊക്കെ സഞ്ചരിച്ച് നേരെ അവിടെയെല്ലാം നശിപ്പിച്ച് നേരെ പോയി ചെന്ന് എത്തിയത് ചാലിയാർ പുഴയിലാണ്. നമ്മൾ കരുതേണ്ട കാര്യം, ഒരു 2 മണി മുതൽ 6 മണി വരെ 7 മണി വരെയുള്ള സമയത്തിന് 100 കണക്കിന് ശവശരീരങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടായിരിക്കാം എന്ന് വേണം നമ്മൾ കരുതാൻ. അവരെയൊന്നും തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധത്തിൽ കടലിൽ പതിച്ചുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചാലിയാർ പുഴയുടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും, അല്ല മുണ്ടക്കൽ പുഴയുടെ ഈ പോകുന്ന വഴിക്കെല്ലാം എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചളിയിൽ പൂണ്ടി കിടക്കുന്നുണ്ടായിരിക്കാം. പ്രത്യേകിച്ചും വീടിൻ്റെ അവശിഷ്ടങ്ങൾ പോലും അവിടെ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. വീടിൻ്റെ ഒരു അവശിഷ്ടം പോലും ഇല്ല. അതോടൊപ്പം തന്നെ പല വീടുകളിൻ്റെ ഉള്ളിലും ചളിയും മണ്ണും നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ദുരന്തഭൂമി, മുമ്പ് ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുമ്പോൾ തോന്നുന്നത്. അത്രയും ഭീകരമായ അവസ്ഥയാണ് മുണ്ടക്കൈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതെന്നാണ് പട്ടാളം പറഞ്ഞിരിക്കുന്നത്. പട്ടാളം അവിടേക്ക് കയറി ചെല്ലുന്നതേ ഉള്ളൂ. അവിടുത്തെ ദുരന്ത നിവാരണം തുടങ്ങിയിട്ടില്ല. ബെയിലി പാലം പൂർത്തിയായാൽ മാത്രമേ യന്ത്രങ്ങളുമായിട്ടും ആവശ്യമായ എക്യുപ്മെൻസുമായിട്ട് അവിടേക്ക് കയറാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ അവിടെ പരിശോധന മാത്രമാണ്. ആ പരിശോധനയിൽ എല്ലാ ഭാഗത്തേയും കടക്കാൻ കഴിയുന്നില്ല. കാരണം ചളി അത്രയും ഉയർന്ന തലത്തിലാണ് കെട്ടിക്കിടക്കുന്നത്. അതിലേക്ക് ചവിട്ടുമ്പോൾ തന്നെ താഴേക്ക് ഊർന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ഇങ്ങോട്ട് ആൾ തിരിച്ചു വരില്ല. അത്രയും അപകടകരമായ സ്ഥിതിയുള്ള സ്ഥലമാണ് ഈ മുണ്ടക്കൈ ഭാഗം എന്ന് വേണം കരുതാൻ. എന്തായാലും മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് നഷ്ടപ്പെട്ട ഏകദേശം 1,500 പേരുണ്ടെന്ന് നമുക്ക് കരുതണം. നമുക്കത് അറിയില്ല എത്ര പേരുണ്ടെന്ന്. വോട്ടേഴ്സ് ലിസ്റ്റിൽ 1,300ഓളം പേരുണ്ട്. അതോടൊപ്പം ആ ഭാഗത്ത് കുട്ടികളും, അതേ 10-18 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലാത്തവരുണ്ട്. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടാവാം. പിന്നെ അവിടെ റിസോർട്ടുകളുണ്ട്, റിസോർട്ടിൽ താമസിക്കാൻ എത്തിയവരുണ്ടാകാം. അങ്ങനെ പല വിധത്തിൽ ഈ മുണ്ടക്കൈ ഭാഗം നമ്മൾ കാണുന്നതിലപ്പുറമുള്ള ഭീകരമായ ഒരു അവസ്ഥയിലാണ് എന്ന് വേണം നമുക്ക് കരുതേണ്ടത്. അത്രയും വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ഭാഗത്ത് നടന്നിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഈ മുണ്ടക്കൈ ദുരന്തം അറിയപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്ര ഉയരത്തിൽ നിന്നാണ് അവ കുത്തിയൊഴുകി താഴേക്ക് പതിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് അർദ്ധരാത്രിയുടെ മറവിൽ, ഇരുട്ടിൻ്റെ മറവിൽ, വിദ്യുച്ഛക്തി എല്ലാം പൂർണ്ണമായും ഇല്ലാത്തൊരവസ്ഥയിൽ മലമുകളിൽ വഴികളിൽ ഓടിയാൽ താഴേക്ക് പതിക്കും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആരോടും പറയാനാവാതെ അവർ മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോയി ഒരൊറ്റയടിക്ക് കുടുംബസമേതം മരിച്ചു എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ ഒരു അർജുനൻ എന്ന് പറഞ്ഞ ലോറി ഡ്രൈവർ പോയപ്പോൾ നമ്മൾ എത്രമാത്രം വിഷമിച്ചിരുന്നു. ആ വിഷമം നമുക്ക് വല്ലാതെ മനസ്സിലേക്കും ശരീരത്തിലേക്കും വ്യാപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ മരവിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളം എത്രമാത്രം വികൃതമായി മാറിയിരിക്കുന്നു. കേരളത്തിലെ പാറമടകളും അതേപോലെ മണ്ണെടുപ്പും കൊണ്ട് കേരളത്തെ പൂർണ്ണമായി നശിപ്പിച്ചൊരു ഭരണകൂടം എല്ലാ തരത്തിലും കേരളത്തെ മുച്ചൂടും ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ശരിക്കും ശാസ്ത്രീയമല്ലാത്ത അനധികൃത കെട്ടിടങ്ങളും അതേപോലെ മണ്ണെടുപ്പും നമ്മളെ കേരളത്തെ എത്രമാത്രം നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു.
ഇപ്പോൾ റോഡ് നിർമ്മാണം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് മണ്ണെടുത്ത് കൊണ്ടുപോകുന്നത്. മണ്ണെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതേപോലെ കല്ലെടുത്ത് കഴിഞ്ഞാൽ പാറമടകൾ പ്രവർത്തിച്ചാൽ അതിൻ്റെ പൊട്ടൽ കൊണ്ടുണ്ടാകുന്ന ചലനം എല്ലാം തന്നെയാണ് കേരളത്തിൽ ഇത്രയധികം ദുരന്തങ്ങൾ സമ്മാനിച്ചു. ഇനിയും വരാൻ പോകുന്ന ദുരന്തങ്ങൾ ഇതിനേക്കാൾ അപ്പുറമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും സംശയം വേണ്ട. നമുക്കറിയാം, മുല്ലപ്പെരിയാർ ഡാം ഏത് സമയത്തും പൊട്ടാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു വലിയ ബോംബാണ്. ആ ബോംബിൻ്റെ മുന്നിൽ ഒന്നുമല്ല. നമ്മൾ വലിയ ബോംബിൻ്റെ മുന്നിൽ താഴെ ഇരുന്നിട്ടാണ് വയനാട്ടിലെ ഈ ദുരന്തത്തെപ്പറ്റി പറയുന്നത്. ഇനി വരാൻ പോണ ദുരന്തം എത്രമാത്രം ഭീകരമാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ അത്ര ഭീകരമാണ്. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. കേരളത്തെ രണ്ടായി വിഭജിച്ചു പോകുന്ന തരത്തിലുള്ള ഭീകരമായ ദുരന്തമായിരിക്കും ഈ മുല്ലപ്പെരിയാർ വഴി ഉണ്ടാകുക എന്ന് മനസ്സിലായി. എന്നിട്ടും ഒരു കുരുക്കവുമില്ലാതെ നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുള്ള എന്താ, മുല്ലപ്പെരിയാർ ഡാം പണിയണം, പുതുക്കി പണിയണം എന്ന് പറഞ്ഞ് ചങ്ങല ഉണ്ടാക്കിയിട്ടുള്ള, മനുഷ്യച്ചങ്ങല ഉണ്ടാക്കിയിട്ടുള്ള, നേതൃത്വം കൊടുത്തുള്ള ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ കാട്ടിക്കുട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്താണ് പറയുക? ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയിട്ട് നമ്മൾ സഹിക്കുകയല്ലാതെ എന്താണ് ചെയ്യേണ്ടത്? നന്ദി, നമസ്കാരം.